അങ്ങോട്ടാന്നല്ലേ ഒരു യാത്രയുണ്ട്. എല്ലാം വിശദമായിട്ട് പറയാം. കുറച്ച് ലേറ്റായി പോയി. കുറേ കാലത്തിന് ശേഷം ഒരു ചെറിയ വലിയ യാത്ര. 2024 ജനുവരി നേപ്പാൾ പോയതിന് ശേഷം വലിയ യാത്രകളൊന്നും പോയിരുന്നില്ല. അങ്ങനെ പോകണം എന്ന് വിചാരിച്ച് അവസാനം അങ്ങ് ഇറങ്ങി. ഇപ്പോൾ പോകുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലേക്കാണ്. ഇപ്പം പാലക്കാട് ജംഗ്ഷനിലാണുള്ളത്. എവിടെ നിന്നാണ് നാഗ്പൂരിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. സമയം 1:50 ട്രെയിൻ. 2 ദിവസമായി മലയിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല. കണ്ണൊക്കെ ഫുൾ കറുത്തിരിക്കുകയാണ്. അപ്പം ട്രെയിനിൽ കയറിയ ശേഷം കിടന്നിറങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം. പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്ക് പോകുന്ന വഴിക്ക് നല്ല കുറച്ച് കാഴ്ചകളുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം കയറി കിടന്നിറങ്ങുക. പിന്നെ നമുക്ക് നാഗ്പൂരിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം.
8 മണി അങ്ങനെ വിജയവാഡ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. കണ്ണിൻ്റെ കറുപ്പ് എന്തായാലും പോയിട്ടില്ല. അപ്പോൾ ഏകദേശം വിജയവാഡ എത്താറാകുമ്പോൾ ഒരു പാലത്തിൻ്റെ മേലെ ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ആൾക്കാർ ആകാംക്ഷയായിട്ട് പുറത്തേക്ക് നോക്കുന്നുണ്ട്. നോക്കിയപ്പോൾ അപ്പുറം ഒരു പുഴയാണ്, അപ്പുറവും ഇപ്പുറവും 2 മലകൾ, അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ഒരു വീഡിയോ മാത്രം എടുത്തിട്ടുണ്ട്. കാണാം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. വിജയവാഡ എത്തി. ബ്രേക്ക്ഫാസ്റ്റ് വണ്ടിയിലുണ്ടായില്ല, ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നേരെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇഡ്ഡലിയും ദോശയും ഉണ്ട്. അപ്പോൾ വെറുതെ വാങ്ങി. പിന്നെ അവിടെ കുറച്ച് പഴം വാങ്ങിയിട്ടുണ്ട്. 80 രൂപക്ക് 8 പഴം. അത് ഉണ്ടാവും. ഞാനൊന്നും കൂടി ക്ഷീണം തീർക്കട്ടെ, കുറച്ച് നേരം കൂടി കിടക്കണം. അതിനിടയ്ക്കൊരു 3 കുട്ടികൾ കയറിയിട്ടുണ്ട് ഇവിടെ. അവർ അന്ന് മുതലുണ്ട്, തമിഴ്നാട് മുതലുണ്ട്. ഇവിടെ നേരത്തെ കയറിയതൊന്നും ഓർമ്മയില്ല. ചെറുതായി കമ്പനി ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഹിന്ദി അറിയില്ല, അവർക്ക് ഇംഗ്ലീഷും അറിയില്ല. ആംഗ്യ ഭാഷയിലും പിന്നെ ചെറിയ തോട ഹിന്ദിയിലൊക്കെ സംസാരിക്കും. അവരുടെ ജാർഖണ്ഡിലേക്ക് എങ്ങാനാണ്. ചെറിയ കുട്ടികൾ തമിഴ്നാട്ടിലൂടെ ടൈലറിങ് ജോലി ചെയ്യുകയാണ്. നമ്മുടെ വീരപ്പൻ്റെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ, സത്യമംഗലം, അവിടെ പറ്റുകയാണെങ്കിൽ പരിചയപ്പെട്ടു. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടികൾ. കാര്യമായിട്ട് രാവിലെ തന്നെ ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ട് ലുഡുവും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരാളുണ്ട് ഇവിടെ കിടന്നുറങ്ങുന്നു. അതൊരാളാണ്. 3 പേരാണ്. മോന, സുനൈന, ബബ്ലി ആണ് പേര്. നോക്കാം, വീട്ടിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താം. നല്ല കുട്ടികളാണ്, നല്ല കമ്പനിയാണ്. ഇതിൽ സുനൈനയാണ് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്ന് കമ്പനി ആക്കിയതാണ്. ഹിന്ദി അറിയില്ല, എന്നാലും ഇവരെയൊക്കെ കണ്ട് എങ്ങനെയാണ് പുറത്ത് യാത്രകളൊക്കെ പോകുമ്പോൾ പലവിധപ്പെട്ട ആൾക്കാരെ, പല ഭാഷക്കാരൊക്കെ കണ്ടിട്ട് അങ്ങനെയാണല്ലോ ഇവിടെ ഭാഷകളും സംസ്കാരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. ആകാം. സുനൈന, ഇത് ബബ്ലി, മോന.
28 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നാഗ്പൂരിലെത്തിയിട്ടുണ്ട്. ഇനി ഒരു റൂമൊക്കെ എടുത്ത് ഫ്രഷായിട്ട് ബാക്കി നാഗ്പൂരിൻ്റെ കാഴ്ചകളിലേക്ക് നാളെ ഇറങ്ങാം. അങ്ങനെ നാഗ്പൂർ എത്തിയിട്ടില്ല. ആദ്യത്തെ ഭക്ഷണം താലിയാണ്. 2-3 ചപ്പാത്തി, കുറച്ച് റൈസ്, അതുപോലെ വെജിറ്റബിൾ കറി, അച്ചാറോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ കഴിച്ചു തുടങ്ങട്ടെ, എങ്ങനെയുണ്ടെന്ന് പറയാം. ഉപ്പ് കുറേ കൂടുതലാണ്, എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഫസ്റ്റ് ഇംപ്രഷൻ നോട്ട് ഗുഡ്. ഇത് ബാലൻസ് ചെയ്ത് കഴിക്കാം. ഒരു പേർക്ക് ഉപ്പ് കൂടുതലും ഒരു പേർക്ക് തീരെ ഉപ്പുമില്ല, അപ്പം മിക്സ് ആക്കിയിട്ട് കഴിക്കാം. 28 പോരാൻ തോന്നുന്നുണ്ട്. 30-30 മണിക്കൂർ എടുത്തിട്ടാണ് യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തിയത്. ട്രെയിനിലിരുന്നിരുന്ന് മടുത്തു. ഒരു റൂം എടുത്തിട്ടുണ്ട്, 500 രൂപ. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അത്ര നീറ്റൊന്നും പോരാ, പക്ഷേ തേടി അലയാൻ വയ്യ. നല്ല ടയർഡാണ്. നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം, അതാണ് മെയിൻ. ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് വേണം കുളിക്കാൻ. കിടക്കുന്നതിന് മുമ്പിട്ട് കുളിച്ചാലേ ചെറിയൊരു തണുപ്പുണ്ടാവും ശരീരത്തിന്. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. മൂന്നാമത്തെ കറി ഈ കറി ഒരു നോർമൽ നമ്മൾ കഴിക്കുന്ന പോലത്തെ ഒരു കറി, ആവശ്യത്തിന് ഉപ്പ് എരിവ് എല്ലാം ചേർന്നിട്ടുള്ള കറി. അപ്പം അതും കൂട്ടിയിട്ട് ബാക്കി കഴിക്കട്ടെ. ബാക്കി നാഗ്പൂരിൻ്റെ കാഴ്ചകൾ നാളെ തുടങ്ങും. ഇന്ന് പോയി കിടന്നുറങ്ങണം. നാളെ രാവിലെ മുതൽ ഒട്ടും പ്രിപ്പയർഡല്ല, ജസ്റ്റ് വന്നു എന്നേ ഉള്ളൂ. ഞാനിങ്ങനെ നടന്നും ചോദിച്ചും ഒക്കെ കണ്ടറിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാം. അപ്പോൾ ഗുഡ് നൈറ്റ്.